അപ്പൊ നമ്മളുടെ നീറ്റ് 2024 നല്ല അടിപൊളി റിസൾട്ട് വാങ്ങിയിട്ടുള്ള P3 ബാച്ചിലെ നല്ല മിടുക്കന്മാരും മിടുക്കികളും അവരുടെ കണ്ണിലുണ്ണിയായ നയന മിസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം നമ്മള് സെന്ററിൽ തന്നെ നിൽക്കുന്ന ആളാണല്ലേ. നമ്മള് സ്വന്തം അഭിഷേക് വിജയാണ് നമ്മള് സെന്ററിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഡൗട്ട് ആയി പോവാണ്, ഇത് ഇവരുടെ ക്ലാസിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആണോ അതോ മെഡിക്കൽ വിക്ടറി ഡേ ആണോ എന്നുള്ള കാര്യം. അപ്പൊ അഭിഷേകിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ. നമ്മുടെ നീറ്റിലെ 750 സ്കോർ വാങ്ങിയിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 73 നേടിയിട്ടുള്ള അഭിഷേക് വിജയ് നമ്മുടെ P3 ബാച്ചിലെ നമ്മുടെ നയന മിസ്സിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇവരെല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് അക്ഷയ് എന്നാണ്. എന്റെ സ്കോർ 674. എന്റെ പേര് അലക്സ്, എന്റെ സ്കോർ 658. എന്റെ പേര് അദ്വൈത്, എന്റെ സ്കോർ 668. എന്റെ പേര് ആദിത്യൻ, എന്റെ സ്കോർ 661. എന്റെ പേര് ഗൗതം മുകുന്ദ് ഗണേഷ്, സ്കോർ 664. എന്റെ പേര് പിയു സെബാസ്റ്റ്യൻ, എന്റെ സ്കോർ 685. എന്റെ പേര് അരവിന്ദ് ചന്ദ്രൻ, എന്റെ സ്കോർ 703. ഞാൻ ആദിഫ് അഹമ്മദ്, എന്റെ സ്കോർ 670. എന്റെ പേര് മിഷാൽ കെ വി, എന്റെ സ്കോർ 686. ഞാൻ അഭിഷേക്, എന്റെ സ്കോർ 715, റാങ്ക് 73. ഞാൻ സിദ്ധാർത്ഥ്, എന്റെ സ്കോർ 676. എന്റെ പേര് നകുൽ പി കുമാർ, എന്റെ സ്കോർ 674. എന്റെ പേര് ഡെൽവിൻ കുര്യൻ, എന്റെ സ്കോർ 695. എന്റെ പേര് ഗ്രേഷ്മ കൃഷ്ണൻ, എന്റെ സ്കോർ 672. എന്റെ പേര് സുഹൈല ടി എ, എന്റെ സ്കോർ 692. എന്റെ പേര് സ്നേഹ പി എസ്, എന്റെ സ്കോർ 675. എന്റെ പേര് ബ്ലസ്സി എസ്, സ്കോർ 654. അപ്പൊ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നുണ്ടാവുക ഇവരെ സ്വന്തം ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള നയന മിസ്സിന് തന്നെ ആയിരിക്കും. അപ്പൊ ഇവര് മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ ഇവരെ ലീഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നയന മിസ്സിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്റെ പേര് നയന, P3 ബാച്ചിന്റെ ക്ലാസ് ടീച്ചറാണ്. ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും കാണാൻ പറ്റിയതില്. ഒരു വർഷം ഞങ്ങൾ ഒന്നിച്ച് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയതാണ്. ഒരു ഹോസ്റ്റലുകാരായിരുന്നു, അപ്പൊ എനിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനാണെങ്കിലും എളുപ്പമായിരുന്നു. ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ ഒരു ഹോസ്റ്റലിൽ നിന്നായിരുന്നു, ബോയ്സ് ഒരു സെയിം ഹോസ്റ്റലുകാരായിരുന്നു. അപ്പം എനിക്കും ഇവരെ മാനേജ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അവർക്കും പ്രശ്നമൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല നല്ല ഭംഗിയായിട്ട് ഒരു വർഷം ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ചാണ് ഒരു വർഷം മുന്നോട്ട് പോയത്. അപ്പൊ നമ്മളുടെ മിസ്സിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലെ. അപ്പൊ അത് നമ്മളുടെ സ്വന്തം അഭിഷേകിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം. അപ്പൊ ഈ P3 ബാച്ചും അതേപോലെ നയന മിസ്സും പിന്നെ ഈ എൻട്രൻസ് പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു വർഷം ഞാൻ ഇപ്പൊ എന്റെ ചേച്ചി ബ്രില്യൻസ് പഠിച്ചതാണ്. ബ്രില്യന്റ് ഏതാണ്ട് 6 വർഷം മുമ്പ് പഠിച്ചതാണ്. അപ്പൊ അന്ന് ഞാൻ ബ്രില്യന്റിൽ വന്നപ്പോ ഞാൻ കണ്ട അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാല് ഒരു നല്ലൊരു എന്ന് വെച്ചാൽ ഒരു സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഞാൻ ബ്രില്യന്റിലേക്ക് വന്നപ്പോ എന്റെ ക്ലാസ്സിലുള്ള എന്റെ എല്ലാ കൂട്ടുകാരും നയന മിസ്സും എല്ലാരും എന്താ പറയാ സ്കൂളിൽ പഠിച്ച അതേ രീതി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ടോട്ടലി വൈബ്. എല്ലാരും ഭയങ്കര ഓപ്പൺ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ഹെൽപ്പും ചെയ്യുന്നുണ്ട്, കളിയാക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. അതിപ്പം മിസ്സും അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റിയിട്ടില്ല. മിസ്സിന് കിട്ടിയിട്ടുണ്ട് കുറെ, മിസ്സും കൊടുത്തിട്ടുണ്ട് കുറെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോളാറുണ്ടല്ലേ എപ്പോഴും. അതാണ് ഈവൻ ഏറ്റവും എല്ലാരെയും ശ്രേഷ്ഠമായി കാണുന്ന സാറുമാർ വരെ ഞങ്ങളെ ട്രോളി വിട്ടിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഞങ്ങളിപ്പോ ഹോസ്റ്റലിലെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാരും ഒരേ സ്വഭാവമായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു മാറ്റവും ഇല്ല. എന്നും സാറുമാര് ഞങ്ങളെ പല റൂമുകളിൽ തൂക്കാറുണ്ട്. പക്ഷെ എന്നാലും അത് മിക്കപ്പോഴും പഠിത്തത്തിനായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാറുമാർ അങ്ങനെ ഞങ്ങളെ ചില സമയത്ത് ഇത്തിരി എടുത്ത് വഴക്ക് പറയാറുണ്ട്. എന്നാലും പലപ്പോഴും വഴക്ക് പറയാറില്ല. അപ്പൊ എല്ലാവരും ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പൊ നമ്മളുടെ നീറ്റൊക്കെ അങ്ങോട്ട് എഴുതി നല്ല മാർക്കൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ടൈമിലാണ് നിങ്ങൾക്ക് തോന്നിയത് എനിക്ക് മെഡിക്കൽ ഫീൽഡ് എടുത്താൽ കൊള്ളാം എന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത്? ഓരോരുത്തരൊന്ന് വേഗം പറഞ്ഞേ. 10th ശേഷമാണ്. അതുവരെ ഞാൻ മാത്തമാറ്റിക്സ് ആയിരുന്നു എന്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറയണത്. പക്ഷെ 10th കഴിഞ്ഞപ്പോ പിന്നെ മാത്തമാറ്റിക്സ് ഇഷ്ടമല്ല എന്നല്ല, എന്നാലും കൂടുതൽ എനിക്ക് ഫേവറബിൾ ആയി തോന്നിയത് മെഡിക്കൽ ഫീൽഡ് ആയതും കൊണ്ട് ഞാൻ അത് തന്നെ അതുമായി മുന്നോട്ട് പോയി. ഞാനൊരു 10th വരെ മാത്സ് ആയിരുന്നു എനിക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്ട്. പക്ഷെ അത് കഴിഞ്ഞ് 11th ആയപ്പോൾ ഞാൻ ബ്രില്യൻറ്റിന്റെ ലോങ് ടേമിന് പോയി. അത് കഴിഞ്ഞിട്ട് നീറ്റിന് അത്രയും പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റേഴ്സ് കോഴ്സിലോട്ട് വന്ന് ഈ വട്ടം നല്ലതായിട്ട് ചെയ്യാൻ പറ്റി.
അതുകൊണ്ട് ഞാൻ പറയും ഓൾമോസ്റ്റ് ഒരു 11th ആയിരുന്നപ്പോഴായിരുന്നു എനിക്ക് ആ ഒരു ഡോക്ടർ ആവണമെന്നുള്ളൊരു ഫീൽ വന്നത്. എനിക്ക് ബയോളജി 10th ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് 10th തന്നെയാണ് ഞാൻ MBBS എടുക്കണമെന്ന് തീരുമാനിച്ചത്. എനിക്കും ബയോളജി പണ്ടേ ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ 10th കഴിഞ്ഞപ്പോൾ ഞാൻ +1 ബയോസയൻസ് എടുത്തു. ഡോക്ടർ ആവണം തന്നെയായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് റിപ്പീറ്റേഴ്സ് കോഴ്സ് ബ്രില്യൻറ്റ് ചേർന്നു. എനിക്ക് പണ്ടേ അതായത് ഒരു UKG മുതൽ തന്നെ ഡോക്ടർ ആവാന്നുള്ള ആ ഒരൊറ്റ പ്രൊഫഷൻ എന്റെ മനസ്സിലുള്ളായിരുന്നു. വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുകൂടി ഇല്ല. കാരണം മാത്സ് പണ്ടേ ഇഷ്ടമല്ല, എഞ്ചിനീയറിംഗ് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്തൊരു ഫീൽഡായിരുന്നു എനിക്ക്. ഇപ്പൊ ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു, ബാക്കി സയൻസും ഒക്കെ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ബയോമാത്സ് എടുത്തത്. അങ്ങനെ ഈ ഒരു പ്രൊഫഷൻ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അംബീഷൻ പണ്ട് തൊട്ടേ ഇത് തന്നെയാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ 10 കഴിഞ്ഞപ്പോഴത്തേനും +1 +2 ഒക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഒരു ഹൈബ്രിഡ് ബാച്ച് ചേർന്നായിരുന്നു, മെഡിക്കലിന്റെ തന്നെ. അത് കഴിഞ്ഞപ്പോഴത്തേനും +2 കഴിഞ്ഞ് കിട്ടിയില്ല. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും മെഡിക്കലിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ബയോളജി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എനിക്ക് അങ്ങനെ ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം മുതൽ വേറൊരു ഫിലോസഫി ആയിരുന്നു. എല്ലാവരും ഡോക്ടറും എല്ലാവരും എഞ്ചിനീയർ ആയിട്ട് ഒരു കാര്യമില്ല എന്നൊരു ആഗ്രഹമായിരുന്നു. ഇവിടെ തന്നെ എത്തിയില്ല. പിന്നെ +2 കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു കോഴ്സിന് പോകണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ എല്ലാതും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ എക്സാമും എഴുതി, JEE എഴുതി, നീറ്റ് എഴുതി. അപ്പൊ JEE എഴുതിയപ്പോ തന്നെ മനസ്സിലായി നടക്കൂല. അപ്പൊ നീറ്റ് എഴുതിയപ്പോ കുഴപ്പമില്ല, പഠിച്ചൊരു ഓർമ്മക്ക് കുറച്ച് ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു കൊല്ലം നീറ്റിന് റിപ്പീറ്റ് ചെയ്യാം, എന്നിട്ട് അവിടുന്ന് തീരുമാനം മാറുകയാണെങ്കിൽ അടുത്ത കൊല്ലം വേറെ വല്ല കോഴ്സിന് പോകാം. ഇവിടെ വന്നപ്പോ പിന്നെ ചെന്ന് പെട്ടതൊരു പുലിമടയിലായതുകൊണ്ട് എല്ലാരും പഠിച്ചപ്പോ ഇരുന്ന് പഠിക്കേണ്ടി വന്നു. അങ്ങനെ കിട്ടി, കുഴപ്പമില്ലാത്തൊരു സ്കോർ കിട്ടി. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിക്കും. 10 കഴിഞ്ഞപ്പോ തന്നെ ഡോക്ടർ ആണെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ നീറ്റ് എഴുതി. 12th കഴിഞ്ഞിട്ട് വെറുതെ നീറ്റ് എക്സാം എഴുതി നോക്കിയപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. അപ്പൊ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെയാണ് മെഡിക്കൽ പ്രൊഫഷനോട് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയതും അതിനോടൊരു ആഗ്രഹം തോന്നിയത്. ഞാൻ ശരിക്കും 12th എത്തുന്നത് വരെയും എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം എനിക്ക് മാത്സ് ഇഷ്ടമായിരുന്നു, ഫിസിക്സ് ഇഷ്ടമായിരുന്നു, ബയോളജി തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് മെഡിക്കലിലേക്ക് മാറാൻ കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് റിസർച്ച് ഫീൽഡിലോട്ടാണ് കൂടുതൽ താല്പര്യം വന്നു തുടങ്ങിയത്. അപ്പോ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നാലും അങ്ങോട്ട് എത്താം, മെഡിക്കൽ ഫീൽഡിൽ നിന്നാലും അങ്ങോട്ട് എത്താം. പക്ഷെ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ ഫീൽഡിലാണ് അവിടെ ഡിമാൻഡ് കൂടുതൽ, ആള് കുറവും ഡിമാൻഡ് കൂടുതലും വന്നതാണ്. അതുകൊണ്ടാണ് അതിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അതിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ബയോളജി ഒരക്ഷരം അറിയാതിരുന്ന ഞാൻ മൊത്തം പഠിച്ചെടുത്തു. അതെല്ലാം ഇവരുടെ എല്ലാവരുടെയും ഓരോ ടാക്ടിക്സ് ഞാൻ എടുത്തതല്ല, ഞാൻ സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതെല്ലാം ഒരുമിച്ച് ഉപയോഗിച്ച് ബയോളജി കിട്ടി. പിന്നെ അതാണ് എന്റെ ഒരു അംബിഷനായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. റിസർച്ച് ഫീൽഡിലോട്ട് പോകാൻ തന്നെയാണ്. ആദ്യം +2 പഠിക്കുമ്പം ഈ എഞ്ചിനീയറിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 തോണിയിൽ നിന്ന് കളിച്ചാണ്. പക്ഷെ അവസാനം മെഡിസിനിലേക്ക് മാറി. എന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാനും 10 കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ എന്തൊരു ഫീൽഡ് ചൂസ് ചെയ്യണം എന്ന് വന്നു. അപ്പോ ഞങ്ങൾ പഠിച്ച ട്യൂഷൻ സെന്റർ, അവിടെ നമ്മൾ ഒരുപാട് മോൾഡ് ചെയ്യുമായിരുന്നു. ഞാൻ അഭിഷേക് ഒരേ ട്യൂഷൻ സെന്ററിലാണ് പഠിച്ചത്. അപ്പോൾ +1 തുടങ്ങിയ കാലഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഒരു ഫീൽഡ് എന്തായാലും ചൂസ് ചെയ്യണം. അപ്പോൾ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ എല്ലാവരുടെയും മെയിൻലി ഉള്ള 2 രീതി എന്ന് പറഞ്ഞാൽ ഒന്നിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ. അപ്പോൾ ഞാനും ആലോചിച്ചു എല്ലാവരും ഇത് തന്നെയല്ലേ ചൂസ്, നമുക്ക് വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യണോ? പക്ഷേ പിന്നെ പതുക്കെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് മെഡിക്കൽ ഫീൽഡിൽ ഉള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു പവിത്രത, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറച്ച് ബോധവാനായി തുടങ്ങിയപ്പോൾ നമുക്ക് ആ മെഡിക്കൽ ഫീൽഡ് എടുക്കാം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ +1 +2 അതിനുവേണ്ടി പ്രയത്നിച്ചു. എല്ലാവരും നമ്മുടെ സപ്പോർട്ടായിരുന്നു. അഭിഷേകും ഞാനും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു. അങ്ങനെ +2 കഴിഞ്ഞപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് അത്ര അതായത് നമുക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടാനുള്ള സ്കോർ കിട്ടിയില്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ റിപ്പീറ്റിന് വന്നു. ഇവിടെ ആയാലും മൊത്തത്തിൽ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, നമ്മളെ ബാച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ബാച്ച് അടിപൊളി ബാച്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഒരു ഉറപ്പായിട്ടും. എന്നാലും കംപ്ലീറ്റ്ലി കോമ്പറ്റീഷൻ, ടോക്സിക് ആയിട്ട് ഒരു കോമ്പറ്റീഷൻ നമ്മൾ തമ്മിലായിരുന്നു. എല്ലാവരും നമുക്കറിയാവുന്ന അങ്ങോട്ട് പറയുന്നു, അവർക്കറിയാവുന്ന ഇങ്ങോട്ട് പറയുന്നു. അങ്ങനെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമ്മൾ ടോട്ടലി എൻജോയ് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. അങ്ങനെ ഫൈനലി എക്സാം എഴുതി കഴിഞ്ഞു. നമുക്ക് വിചാരിച്ച ഒരു നല്ല സ്കോർ തന്നെ എത്താൻ കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ നമ്മള് +1 മുതൽ തുടങ്ങി ഇപ്പോ മാർക്ക് വാങ്ങിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായി, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, നീറ്റ് എക്സാം എഴുതി, നല്ലൊരു സ്കോറിലെത്തി. ആൻഡ് ഐ ആം പ്രൗഡ്. ചെറുപ്പം മുതലേ മെഡിക്കൽ ഫീൽഡിലോട്ട് തിരിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അത് തന്നെയല്ല, പിന്നെ ബയോളജി എന്ന സബ്ജക്ട് നല്ലപോലെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ബ്രില്യന്റിലേക്ക് വന്നു കയറിയതും പ്രൈഡ് പോലത്തെ ഹോസ്റ്റലി. ഇഷ്ടംപോലെ കൂട്ടുകാരെയും കിട്ടി. നല്ലപോലെ കോമ്പറ്റീഷൻ മൈൻഡ് ആണെങ്കിൽ പോലും നല്ലപോലെ സഹായിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാവരും.
അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ലൊരു സ്കോർ നേടാൻ കിട്ടി. എനിക്ക് ചെറുപ്പത്തിൽ ഡോക്ടർ ആവണമെന്നായിരുന്നില്ല, ജസ്റ്റ് ഒരു സയന്റിസ്റ്റ് ആവണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാനിവിടെ ബ്രില്യന്റ് ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റേഴ്സ് മാത്രമല്ല, ഞാനിവിടെ +1 +2 ബാച്ചിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് കോവിഡിന്റേതായിട്ടുള്ള പല ഇഷ്യൂസ് കാരണം എനിക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഡൗട്ട് ഒന്നും ക്ലിയർ ആയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഹോസ്റ്റലിൽ ഞാൻ അനുഭവിച്ച വല്ലാത്ത പ്രഷർ, സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം, ഞാൻ ബ്രില്യന്റ് റിപ്പീറ്റർ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചേട്ടനോട് റിപ്പീറ്റ് ചെയ്താണ്. ചേട്ടനൊക്കെ പറഞ്ഞു വെച്ചാൽ പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ലാത്ത ഒരു അവസ്ഥയാണ്, കാരണം അത്രയും കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി വെച്ചാല് കോമ്പറ്റീഷൻ ആണ് ശരിക്കും പറഞ്ഞാല് ഒരാളെ മോൾഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരാളെ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ട്രൈ ചെയ്തില്ല. കാരണം നമുക്ക് ഈസി കിട്ടുമെന്ന് വിചാരിച്ച് നമ്മള് ഉഴപ്പ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു നിമിഷങ്ങൾ ഉഴപ്പിയാൽ നമുക്കത് പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാവും. അപ്പം ഞാൻ റിപ്പീറ്റിന് വന്നപ്പോഴത്തേക്കും ഞാൻ എന്താ പറയാ +1 +2 പഠിച്ച് റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. റിപ്പീറ്റിന് വന്നപ്പോഴത്തേക്കും വലിയൊരു അറ്റ്മോസ്ഫിയർ തന്നെ ഇവർ ഒരുക്കി തന്നു. കാരണം നല്ല ഹോസ്റ്റല്, അത് മാത്രമല്ല നല്ല ഫുഡ്, എല്ലാ കാര്യത്തിലും. അപ്പം അത്രയും വന്നപ്പോ നമുക്ക് പിന്നെ ആഗ്രഹം, വാശിയായി എന്തായാലും ഡോക്ടറെ പറ്റുള്ളൂ, ഡോക്ടറെ ആൾക്കാരെ സേവിക്കണം എന്നുള്ളൊരു ഇതിലായി. അപ്പം അങ്ങനെ ഓരോ റീസൺ കൂടിയാണ് ഡോക്ടർ ആയത്. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ് ബീങ് എ പാർട്ട് ഓഫ് ദിസ് ബ്രില്യന്റ് ഫാമിലി. എനിക്ക് 10th കഴിഞ്ഞപ്പോഴാണ് എൻട്രൻസിലേക്ക് പോകണം തോന്നിയത്. അങ്ങനെ ഞാൻ ബയോമാത്സ് എടുത്ത് എൻട്രൻസിലേക്ക് വന്നു. പിന്നെ പഠിച്ചപ്പം ബയോളജി ഇഷ്ടപ്പെട്ടു. അങ്ങനെ നീറ്റ് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ റിപ്പീറ്റിന് വന്നപ്പോഴും ഭയങ്കര ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരു തരത്തിലുള്ള സ്ട്രെസ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം നന്നായി പഠിക്കാൻ പറ്റി, അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ ഹാപ്പിയാണ്. എനിക്ക് പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ വേറെ വന്നു. എന്നാലും 9th വെച്ചാണ് ഞാൻ ഉറപ്പിച്ചത് ഡോക്ടർ ആവണമെന്ന്. ഈ സ്കോർ കിട്ടിയതിൽ നല്ല സന്തോഷം. ഞാൻ ആക്ച്വലി 10th നീറ്റിന് പ്രിപ്പയർ ചെയ്യണം, ഡോക്ടർ ആവണമെന്ന ആഗ്രഹം എനിക്ക് ഫൈനലൈസ് ആയിട്ട് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 12th കഴിഞ്ഞ് ഇവിടെ റിപ്പീറ്റ് ചെയ്തു. ആ സമയത്ത് ക്ലാസ്സിലായാലും ഹോസ്റ്റലായാലും റൂംമേറ്റ്സും എല്ലാവരും ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. എനിക്ക് കുഞ്ഞിലെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വേറെ ഓരോന്ന് പറയുമ്പോൾ അതിങ്ങനെ മാറി മാറി പോകും. പിന്നെ +1 +2 ടൈം ആയപ്പോൾ നമ്മൾ കരിയർ ചൂസ് ചെയ്യാൻ സമയമല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാ ഫീൽഡിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പം ബയോളജി അത്യാവശ്യം ഇഷ്ടമാണ്. പിന്നെ കോവിഡ് സമയത്തൊക്കെ ഈ ഡോക്ടർ എന്ന പ്രൊഫഷൻ എത്രത്തോളം ഡിവൈൻ ആണെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഇഷ്ടപ്പെട്ടു. നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വന്നു. എന്റെ മാക്സിമം ട്രൈ ചെയ്തു. അത്യാവശ്യം നല്ല സ്കോർ കിട്ടി. ഞാൻ ഹാപ്പിയാണ്. ഒരാള് കൂടി വരുന്നുണ്ട്. ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇതേ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പേര്? അപ്പൊ എന്താ നീറ്റിന്റെ സ്കോർ എത്ര? 684. 684 ആണ് ആളുടെ സ്കോർ. അപ്പൊ അതേ ഫ്രണ്ട്സിനും നിനക്കും ഒക്കെ നല്ല മാർക്കൊക്കെ കിട്ടി സന്തോഷമായിട്ട് ഇരിക്കുകയാണല്ലേ. അപ്പൊ എന്താ പറയാനുള്ളേ? സന്തോഷം. ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഒക്കേഷൻ ഉണ്ടാക്കിയതിൽ ബ്രില്യന്റിനെ നന്നായിട്ട് താങ്ക്സ് പറയാണ്. ഇപ്പൊ എല്ലാരും ഒന്ന് കാണാൻ പറ്റി. അത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെയായല്ലേ? എല്ലാവരും ഒരുമിച്ചൊക്കെ കാണാൻ പറ്റിയത്. എല്ലാരും കാണാൻ നിൽക്കായിരുന്നു. ഞാൻ ജനുവരി പോയതാ, വീട്ടിൽ പോയതാ. അപ്പം കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അപ്പൊ നിങ്ങള് ബോയ്സ് എല്ലാരും ഒരേ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നോ? എല്ലാരും ഒരേ ഹോസ്റ്റലിലായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ഹോസ്റ്റലിന്റെ പഠിത്തമൊക്കെ? എങ്ങനെയായിരുന്നു? നല്ല അടിപൊളിയായിരുന്നോ? അവിടെ എന്തെങ്കിലുമൊക്കെ അലമ്പൊക്കെ കാണിച്ചിട്ടുണ്ടോ ഹോസ്റ്റലില്? അല്ല, ഹോസ്റ്റലിൽ വെച്ചാല് ശരിക്കും പറയാം അടിപൊളി ഹോസ്റ്റലാണ്. കാരണം ഞാൻ തൊട്ട് മുമ്പ് ഒരു ഹോസ്റ്റലിൽ +1 +2 അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വളരെ റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റിൽ തന്നെ നമ്മൾ വല്ലാതെ ഡിപ്രഷനിലേക്ക്. പക്ഷെ ഇതൊന്നുമല്ല, നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് അഭിഷേക് ഒക്കെ ഉണ്ട്. അഭിഷേക് അപ്പൊ അവരൊക്കെ എന്താ പറയാ, ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങനെ ഓരോരുത്തരുടെ വഴി അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ അതിനുശേഷം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അറിയാത്ത ആൾക്ക് കൂടി അറിയാവുന്ന ആള് ഷെയർ ചെയ്യും. അങ്ങനെ അവിടെ ഹോസ്റ്റലിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. അതായത് അവിടെ എന്താ പറയാ, മറ്റു ശത്രു അങ്ങനെ അല്ലെങ്കിൽ ഇയാളൊരു കോമ്പറ്റീറ്റർ ആണ് എന്ന രീതിയിലല്ല, ആസ് എ ഫ്രണ്ട് നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഞങ്ങളെ ഹോസ്റ്റലിലെ ശരിക്കും പറഞ്ഞാൽ ബ്രില്യന്റ് വളരെ ലവിങ് ആൻഡ് കെയറിങ് ആയിരുന്നു. കാരണം ഈവൻ ജോർജ് സാറൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് രാത്രി കാപ്പിയൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. കാരണം ഉറക്കിച്ച് പഠിക്കുന്നില്ല, നിങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് മീറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡന്മാരെ ടോം സാർ, ആഷിൻ സാർ, അവരൊക്കെ ഭയങ്കര കോപ്പറേറ്റ്. പ്രത്യേകിച്ച് ടോം സാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ എന്താ പറയുക വിസിറ്റ് ഒക്കെ നടത്തും. അപ്പൊ പഠിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും. പ്രത്യേകിച്ച് പിന്നെ ബ്രില്യന്റ് പറയുന്ന നൈനാംസ് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെയും വിളിച്ച് എന്താ പറയാ, ചിലവർക്ക് ഇപ്പം വളരെ എന്താ പറയാ ഈ മാർക്ക് ഒട്ടും ഭയങ്കര കുറവ്. പ്രത്യേകിച്ച് എനിക്കൊക്കെ മാർക്ക് ആദ്യം തുടക്കത്തിൽ കുറവായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പുള്ളിക്കാരത്തി വിളിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡൗട്ട് ക്ലിയർ ആളില്ലാത്തതാണെങ്കിൽ
പ്രൊഫസർ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അത്രയും നമുക്ക് അത്ര കെയറിങ് ആയിരുന്നു. നമുക്ക് എവിടെയും കിട്ടിയില്ല. കാരണം ഞാൻ കോഴിക്കോടുകാരനാണ്. അപ്പൊ കോട്ടയത്ത് വരുമ്പോൾ അത്രയും ദൂരെ വന്ന് ഞാൻ പഠിക്കുകയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒരു ചേച്ചീനെ പോലെ തന്നെയായിരുന്നു അതിനവസ്ഥ. ഒരു ടീച്ചറാണെന്നല്ല, ചേച്ചീനെ പോലെ തന്നെയായിരുന്നു. അത്രയ്ക്കും കെയറിങ് ആയിരുന്നു. അപ്പൊ അത് പിന്നെ ഇവരൊക്കെ ആണെങ്കിൽ വളരെ ഞങ്ങൾക്ക് വെച്ചാൽ ഓരോ മൊമെന്റും എൻജോയ് ചെയ്ത് പഠിക്കാന്നല്ല എൻജോയ് ചെയ്ത് പഠിക്കാന്നുള്ളത്. പിന്നെ ഓണമൊക്കെ വരികയാണെങ്കിൽ ആ ദിവസം ഒക്കെ പഠിത്തം മാറ്റി വെച്ച് ഒന്ന് കുറച്ചു നേരം എൻജോയ് ചെയ്തൊന്ന് റിലാക്സ് ആയി പിന്നീട് പഠിക്കുക. അപ്പൊ അത്രയും കോപ്പറേറ്റീവ് ആയിരുന്നു. ആൻഡ് ഐ ലവ് പ്രൈഡ് ഹോസ്റ്റൽ. അപ്പൊ ബോയ്സിന്റെ അനുഭവം എന്താന്ന് കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾ ഗേൾസ് എല്ലാരും ഒരു ഹോസ്റ്റലിലായിരുന്നോ? അല്ല, ഞാൻ വേറെ ഹോസ്റ്റലായിരുന്നു. നിങ്ങൾ ഒരേ ഹോസ്റ്റലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ഹോസ്റ്റലിലെ ആ ഒരു എൻവിറോൺമെന്റും കാര്യങ്ങളും പഠിത്തവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നാണ് പറയാനുള്ളത്? ഞാൻ എമറാൾഡ് ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഭയങ്കര ഹെൽത്തി കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ക്യാമ്പസിന് അടുത്തുള്ള ഹോസ്റ്റൽ തന്നെയായിരുന്നു. അപ്പം എപ്പോൾ ഡൗട്ട് വന്നാലും നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് പ്രൊഫസേഴ്സിനെ മീറ്റ് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ക്ലാസ് ടീച്ചറിനെ വിളിക്കാം, വാർഡനോട് ചോദിച്ചിട്ട് നമുക്ക് വിളിക്കാം. എന്താവശ്യം ഉണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ പഠിക്കാനാണെങ്കിലും ഭയങ്കര ഹെൽത്തി എൻവയോൺമെന്റ് ആയിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോയായിരുന്നു. പിന്നെ ക്ലാസ് മിസ്സായാൽ പോലും നമുക്ക് ഓൺലൈനിൽ എല്ലാവരും തരുന്നുണ്ട്. അപ്പം അങ്ങനെ ക്ലാസ്സിന്റെയും ഹോസ്റ്റലിന്റെയും വയസ്സിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നന്നായി പഠിക്കാൻ പറ്റി. ഞങ്ങൾ എല്ലാവരും ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലായിരുന്നു. ക്യാമ്പസിന്റെ അടുത്ത് തന്നെയായിരുന്നു ഹോസ്റ്റല്. അതുകൊണ്ട് പ്രെഫറൻസിന് പോകാനാണെങ്കിലും ഡൗട്ട് ചോദിക്കാനും എല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ ഹോസ്റ്റലിലെ എൻവയോൺമെന്റ് ആയാലും ഞങ്ങളുടെ വാർഡൻ ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ അവരുടെ ഹോസ്റ്റലിലെയും അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിലെയും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലെ? അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നമ്മളെ ബ്രില്യന്റ് കാല് കുത്തിയ ഒരു ടൈം ഉണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇതുപോലെ വിക്ടറി ഡേയിൽ ഇങ്ങനെ മിന്നും താരങ്ങളായിട്ട് തിളങ്ങി നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായില്ല. പക്ഷെ ആഗ്രഹം എല്ലാരും എന്ത് ചെയ്തിട്ടുണ്ട്? നേടിയെടുത്തിട്ടുണ്ട് അല്ലെ? അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്തത് അല്ലെ? നമ്മള് ബ്രില്യന്റിലേക്ക് വരുമ്പോ നമ്മുടെ ഒരു എയിം എന്ന് വെച്ചാല് ഒരു നല്ല നീറ്റ് സീറ്റ്, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, സീറ്റ് വാങ്ങിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു എയിമാണ് വിക്ടറി ഡേയിൽ പങ്കെടുക്കുക. അത് വലിയൊരു സംഭവമാണ് അല്ലേ? അപ്പൊ ഇവരെന്തായാലും ഒരുമിച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായാലും ഇവരുടെ ഇടയിൽ തന്നെയുള്ള എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ വേഗം അങ്ങനെ പെട്ടെന്നൊന്ന് ആ ഒരു 1 ഇയർ ഇങ്ങനെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുമ്പോ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആ മറക്കാൻ പറ്റാത്ത നല്ല ഫണ്ണി ആയിട്ടുള്ള അനുഭവം എന്താ? വേഗം ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ഒരു ദിവസം ഒരാഴ്ച വീക്ക്ലി എക്സാമിന് എനിക്ക് ഒരു ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചു. ഞങ്ങൾ ഒരു റൂംമേറ്റ് ആയിരുന്നു. അപ്പത്തേനും ഇവൻ ബെറ്റ് വെച്ചു എനിക്ക് ഫസ്റ്റ് കിട്ടുവാണെങ്കിൽ അവൻ മീശ പഠിക്കാന്ന്. എന്നിട്ട് ആ ആഴ്ച എങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടി. എന്നിട്ട് അടുത്ത ദിവസം ഞങ്ങള് മീശയൊക്കെ മേടിച്ച് അവൻ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് മാസ്ക് ഒക്കെ പൊട്ടിച്ച് നല്ല രസമായിരുന്നു. രാത്രി ഇവ ഉറങ്ങി കിടക്കുമ്പോഴത്തേനും ഞങ്ങൾ ഇന്ന് മീശയൊക്കെ മേടിച്ചു. പിന്നെ കെട്ടിയിട്ടങ്ങ് പഠിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെന്താ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങള് ഒരിക്കലും ഞങ്ങളുടെ റൂമിൽ നിന്നല്ല പിടിക്കാതെ എപ്പോഴും ഞങ്ങളെ വേറെ ആരുടെയും മുതിയിലായിരിക്കും. അപ്പത്തേനും ഹോസ്റ്റലിൽ സാധ വരുമ്പോഴത്തേനും മിക്കാതെ ഞങ്ങൾ വേറെ ഏതെങ്കിലും മുതിയിലായിരിക്കും. അത് സാധ അല്ല എന്നെ എന്നിട്ട് സാധമാര് വരുമ്പോഴത്തേനും ഏതെങ്കിലും റൂമിൽ നോക്കുമ്പോഴത്തേനും ഞങ്ങൾ ഏതെങ്കിലും കട്ടിലിന്റെ അടിയിലും എല്ലാം കാണും. എന്നിട്ട് സാധ ഒന്ന് പൊക്കും, ഞങ്ങള് പോരും. എന്നിട്ട് വീട്ടിലൊക്കെ വിളിക്കുന്ന പറയും സാധ വിളിക്കാറില്ല. സാധനത്തിന് ഭയങ്കര സ്നേഹമായിരുന്നോണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഇഷ്ടമുള്ള നല്ല നല്ല സാധമാരായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡന്മാര്. ഞങ്ങൾക്ക് എല്ലാ ഫ്രീഡം തന്നു. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞുപോയ ഒരു കാര്യമായിരുന്നു. ഹോസ്റ്റലിലും 1 വർഷക്കാലം ഞങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞുപോയി. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്, അത് കഴിഞ്ഞ് നിർത്താം. ബ്രില്യന്റില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇതേപോലെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ ആ ഡേയ്സ് ഒക്കെ ഓർക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നിയ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്താന്ന് വേഗം പറയാം. ഇപ്പൊ സാർ ചിലപ്പോ ഫാക്കൽറ്റീസ് ആയിരിക്കും. അപ്പൊ എന്ത് വേണേ പറയാം. എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ കാര്യം പറയാം. ഇവിടെ എനിക്ക് ഏറ്റവും ഇവിടെ വന്നിട്ട് താല്പര്യം നമുക്ക് ഏറ്റവും നമ്മളെ സഹായിച്ചത് നയന മിസ് തന്നെയാണ്. നയന മിസ്സിനെയാണ് ഞാൻ ബ്രില്യന്റിൽ ഏറ്റവും ഉഷാറായിട്ട് പറയാനുള്ളത് ഫുഡായിരുന്നു. ഫുഡിന്റെ കാര്യത്തിൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ബ്രില്യൻ വന്നപ്പോ ഒരു കുഴപ്പമില്ല. ബ്രില്യന്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫാക്കൽറ്റി ആണെങ്കിലും ഡൈനാമിക്സ് ആണെങ്കിലും എപ്പോഴും വളരെ അപ്രോച്ചബിൾ ആയിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് പാടുണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് എളുപ്പം അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് പറയാനുള്ള ഹോസ്റ്റലിൽ നമുക്ക് കിട്ടിയ സൗകര്യങ്ങളെ പറ്റിയാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും പഠിക്കാൻ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മാർക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ജോർജ് സാറിന്റെ സംസാരമൊക്കെ ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. ജോർജ് സാറിന്റെ ആ ഒരു സംസാരവും സ്പീച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.